പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോടാണ്. കേരളത്തിന്റെ അവകാശങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരെ നിയമപോരാട്ടവുമായി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴും രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്തപ്പോഴും അതിനെതിരെ നാടുനീളെ മൈക്ക് കെട്ടി പ്രസംഗിച്ച അതേ വി.ഡി. സതീശനോട് കേന്ദ്രം കേരളത്തോട് ഒരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ബി.ജെ.പി. നേതാക്കളെ പോലും അമ്പരപ്പിച്ച അതേ സതീശനോട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും കേന്ദ്രം തടഞ്ഞുവെച്ച പണം വിട്ടു നൽകില്ല എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച വിവരം താങ്കൾ അറിഞ്ഞിരുന്നു. ഇപ്പോഴിതാ തമിഴ്നാട് സർക്കാരും കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുന്നു. ഇക്കാര്യം താങ്കൾ അറിഞ്ഞിരുന്നോ? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും കേന്ദ്രം തടഞ്ഞുവെച്ച പണം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച വിവരം താങ്കൾ അറിഞ്ഞിരുന്നു. ഇപ്പോഴിതാ തമിഴ്നാട് സർക്കാരും കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുന്നു. ഇക്കാര്യം താങ്കൾ അറിഞ്ഞോ? കേരള മാതൃകയിൽ ഗവർണർക്കെതിരായി നടത്തിയ നിയമ പോരാട്ടത്തിൽ താൽക്കാലിക വിജയം നേടിയ ശേഷമാണ് അടുത്ത പോരാട്ടത്തിന് തമിഴ്നാട് ഒരുങ്ങുന്നത്. കർണാടകയും തമിഴ്നാടും കേരളത്തെ പോലെ ഡൽഹിയിൽ സമരം ചെയ്തു വന്നിരുന്നതും ഓർമ്മിക്കണം. 4663 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നതാണ് കർണാടകയുടെ ആവശ്യം. കർണാടകയ്ക്ക് ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ഉൾപ്പെടെ നിഷേധിച്ചിരിക്കുന്നതിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ രംഗത്തിറങ്ങുകയും ചെയ്തു. കേന്ദ്രം തടഞ്ഞുവെച്ച 37,000 കോടി ഉടൻ അനുവദിക്കണമെന്നതാണ് തമിഴ്നാടിന്റെ ആവശ്യം. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, താങ്കൾ ചിന്തിക്കണം. ബി.ജെ.പി. ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിവേചനപരമായ കേന്ദ്ര സർക്കാർ പെരുമാറുന്നു എന്നത് രാജ്യമാകെ തിരിച്ചറിയുമ്പോഴും വി.ഡി. സതീശനും കേരളത്തിലെ കോൺഗ്രസും മാത്രം ഇനിയും ഇത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന്. ഇനിയും താങ്കൾ സംഘപരിവാർവാദികളെ ഏറ്റുവിളിക്കുകയാണോ? സംഘപരിവാറിന്റെ തെറ്റായ സമീപനങ്ങൾ കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളതിനെ കൂട്ടുനിൽക്കാൻ പാടില്ലാത്തതായിരുന്നു. സംഘപരിവാർ ഭരണകൂടത്തിന്റെ നാവായി മാറിയ സതീശൻ ഒന്നോർക്കണം. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നവരുടെ ചരിത്രം എന്നും ചവറ്റുകുട്ടയിലായിരുന്നു എന്ന്.